ഈശോയെ സ്തുതി. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവിൻ്റെ സ്നേഹവും കരുണയും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുവാനായിട്ട് അവിടുന്ന് നമ്മെ ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ ആ സ്നേഹത്തിലേക്ക് ഇപ്പോൾ നമ്മെ തന്നെ നമുക്ക് ചേർത്ത് വയ്ക്കാം. സങ്കീർത്തനം 115 സങ്കീർത്തനത്തിൽ സങ്കീർത്തന പ്രകാരം പറയുന്നു, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഉണ്ടോ? കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ടോ? എന്തെങ്കിലും വിചാരമുണ്ടോ കർത്താവിന് നമ്മെക്കുറിച്ച്? തീർച്ചയായും ഉണ്ട്. തിരുവചനം പറയുന്നു കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ടെന്ന്. അതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് വിശ്വസിക്കാം, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. തീർച്ചയായിട്ടും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് ഈ നിമിഷങ്ങളിൽ ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുക കർത്താവ്. കർത്താവിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കുവാനായിട്ട് നമ്മെ തന്നെ ഈ നിമിഷങ്ങളിൽ അവിടുത്തെ പക്കലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഈശോയുടെ ആ സ്നേഹവും കരുതലുമെല്ലാം ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ അവിടുന്ന് ഇടയാക്കും. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ നിമിഷങ്ങളിൽ ദൈവാരാധനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മെ തന്നെ ഈശോയുടെ കരങ്ങളെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്. ഈ ദിവസം ഈ രാത്രിയിൽ അവിടുന്ന് തീർച്ചയായിട്ടും നമ്മെ അനുഗ്രഹിക്കും. അതിനുവേണ്ടി മാത്രമാണ് അവിടുന്ന് നമ്മെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിതം മുഴുവനും ഈശോയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് ഒരാരാധനയിലേക്ക്, വലിയ ദൈവാരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങാം. കണ്ണുകളൊക്കെ അടച്ച് ജീവിതം മുഴുവനും ഈശോയ്ക്കൊന്ന് സമർപ്പിച്ച്, കർത്താവെ ഈ രാത്രിയിൽ അവിടെ നിന്നെ അനുഗ്രഹിക്കണം. ഇന്ന് അനുഗ്രഹിക്കാതെ അവിടെ നിന്നെ പറഞ്ഞു വിടരുത്. ഈ കൂടാരത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഈശോയെ അവിടെ നിന്ന് എന്നെ ഒന്ന് കാണണം. എന്നെക്കുറിച്ച് അവിടേക്ക് വലിയ വിചാരമുണ്ടല്ലോ, അവിടെ നിന്ന് എന്നെ അനുഗ്രഹിക്കുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഈശോയെ തീർച്ചയായിട്ടും അവിടെ നിന്ന് എന്നെ അനുഗ്രഹിക്കാതെ പറഞ്ഞയക്കരുതേ എന്ന് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അതെ, ഇന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാനായി തിരഞ്ഞെടുത്ത ദിവസം, കർത്താവിൻ്റെ നാമം അനുസ്മരിക്കുവാനായി അവിടുന്ന് നമുക്ക് നൽകിയ രാത്രിയാണിത്. ഈ രാത്രിയിൽ നമ്മെ തന്നെ അവിടുത്തെ അനുഗ്രഹത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. അവിടുന്ന് നമ്മോടൊപ്പമുണ്ട്. നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് കർത്താവ് രാത്രി നമ്മോടൊപ്പമുണ്ട്. ഹൃദയത്തിൽ നമുക്ക് ആ വിശ്വാസം ഏറ്റുപറയാം. ആ ദൈവത്തെ ഹൃദയത്തിൽ ആരാധിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ആരെല്ലാം ഇന്ന് ആത്മാർത്ഥമായി ഈശോയെ ആരാധിക്കുന്നുവോ അവരുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് ഈശോ ഇന്ന് കടന്നു വരും. ആരെല്ലാം ഇന്ന് ഹൃദയപൂർവ്വം സമർപ്പിക്കുന്നുവോ അവരെല്ലാം ഇന്ന് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടും. ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുന്നവരെല്ലാം അവിടുത്തെ കരുതലും സ്നേഹവും അനുഭവിച്ചറിയുവാൻ അവിടുന്ന് ഇടയാക്കും. നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ നമ്മോടൊപ്പമായിരിക്കുന്ന കർത്താവ്, ഹൃദയത്തിൽ നമുക്ക് ആ സാന്നിധ്യം ഒന്ന് അനുഭവിക്കാം. വലിയ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം ഞാനിന്ന്. സാമ്പത്തിക ബാധ്യതകളും രോഗങ്ങളും കടങ്ങളും എല്ലാം നമ്മെ അലട്ടുന്നുണ്ടാകും. വലിയ തകർച്ചകളും പരാജയങ്ങളും ഏറ്റുവാങ്ങിയവരായിരിക്കാം നമ്മൾ. എന്തെല്ലാം ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിലും ഇതാ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. നമ്മെ അനുഗ്രഹിക്കുവാൻ അവിടുന്ന് മതിയായവനാണ്. പ്രിയമുള്ളവരെ, ഇതാ നമ്മുടെ സമീപത്ത് അവിടെ നിന്നുണ്ട്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മെ കരുതുന്ന ദൈവമാണ് അവിടുന്ന്. ഫിലിപ്പി ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. അതെ, കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. പ്രഭാഷകൻ 35 പറയുന്നു, കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. തൻ്റെ മക്കളെക്കുറിച്ച് സ്വസ്ഥനായിരിക്കുവാനായിട്ട് നമ്മുടെ ദൈവത്തിന് സാധിക്കുകയില്ല. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട്. ഇതാ അവിടുന്ന് നമ്മോടൊപ്പമുണ്ട്. നമ്മെ കരുതുന്ന ദൈവമാണ് അവിടുന്ന്. നമുക്ക് അവിടുത്തെ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്ന ദൈവമാ. ആ സ്നേഹം തന്നെയായി അവിടുത്തെ കണ്ടുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തെ കണ്ടുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കുവാനായിട്ട് ഈ നിമിഷങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. കർത്താവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹോശിയ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരിക. നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത്. കുറ്റമേറ്റു പറഞ്ഞ കർത്താവിന്റെ അടുക്കലേക്ക് തിരിച്ചു വരിക. നിശ്ചയമായും അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തോട് പറയുക, അകൃത്യങ്ങൾ അകറ്റണമേ,
നന്മയായി അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ അധരഫലങ്ങൾ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കാം കർത്താവേ. ഞങ്ങളുടെ അധരഫലങ്ങൾ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കാം. ഹൃദയം തുറന്ന അധരഫലങ്ങൾ കർത്താവിന് അർപ്പിക്കുവാനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. ആരാധിക്കാം. നമുക്ക് ഹൃദയം തുറന്ന ഈശോയെ ആരാധിക്കാം. എല്ലാ ഹൃദയങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് കർത്താവിന്റെ കരുണയും കൃപയും എല്ലാം സ്വീകരിക്കുവാനായിട്ട് നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ജനക്കൂട്ടത്തിന്റെയും പെരുവെള്ളത്തിന്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിന്റെയും ശബ്ദം പോലുള്ള ഒരു സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ. സർവശക്തനും ദൈവമായ കർത്താവ് പാടുന്നു. നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം, അവിടത്തേക്ക് മഹത്വം നൽകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. കരങ്ങൾ ഉയർത്തി നമ്മുടെ ദൈവത്തെ കണ്ടുകൊണ്ട് വീണ്ടും ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂദാ വംശത്തിലുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. വംശത്തിലുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. അവിടുത്തെ നമുക്ക് ആരാധിക്കാം. ഹൃദയം തുറന്ന് മനസ്സ് ഉയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ. കരുതലുള്ള കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, അവിടുന്നാണ് എൻ്റെ ദൈവം, അവിടുന്ന് എന്നെ കരുതുന്നവനാണ്. ഞാൻ അവിശ്വസ്തത കാണിച്ചപ്പോഴും കർത്താവേ അവിടുന്ന് എന്നോട് വിശ്വസ്തനായിരുന്നു. എൻ്റെ ജീവിതത്തെ ഞാനിതാ അവിടുത്തെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. നമുക്ക് ഹൃദയമോടെ നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മെ കരുതുന്ന ദൈവം, നാം അവിശ്വസ്തത കാണിച്ചപ്പോഴും നമ്മോട് വിശ്വസ്തരായിരുന്നു നമ്മുടെ കർത്താവ്. വലിയ സ്നേഹത്തോടെ, വലിയ ആനന്ദത്തോടെ രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. ഈശോയെ അവിടെ നല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്? നമ്മുടെ ഈശോയെ കണ്ടുകൊണ്ട് വലിയ സന്തോഷത്തോടെ വലിയ ആനന്ദത്തോടെ നമുക്ക് ഈശോയെ ആരാധിക്കാം, അവിടുത്തെ മഹത്വപ്പെടുത്താം. ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോ എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോ എന്നെ കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമില്ലല്ലോ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. വലിയ സന്തോഷത്തോടെ കാലങ്ങളൊക്കെ ഒന്ന് മാറ്റി സമയത്ത് നമ്മെ കരുതുന്ന ഈശോയെ കണ്ടുകൊണ്ട് വലിയ ആനന്ദത്തോടെ നമുക്ക് ഈശോയെ ആരാധിക്കാം.
വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമേകുന്നു. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമേകുന്നു. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോ, അന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോ, അന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത. അവിടുന്ന് നമ്മെ കരുതുന്ന ദൈവമല്ലേ, അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്ന ദൈവമല്ലേ. യേശുനാഥന്റെ വരവടുത്തുപോയി, മാനസാന്തരത്തിന്റെ സമയമായി. യേശുനാഥന്റെ വരവടുത്തുപോയി, മാനസാന്തരത്തിന്റെ സമയമായി. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ന്യായസ്ഥലത്തിൽ. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ന്യായസ്ഥലത്തിൽ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത. കർത്താവേ നന്ദി, ഈശോയെ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, ഹൃദയത്തോടെ കരങ്ങൾ ചേർത്ത് യേശുവിന്റെ ദാനമല്ലാതെ എന്തു ഈശോയോട് യോഗ്യത, നമുക്ക് പറയാം. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, യാതൊരു യോഗ്യതയുമില്ല കർത്താവേ, എന്തു യോഗ്യത, അവിടുത്തെ ദാനം മാത്രമാണ്. എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത. ജീവിതം മുഴുവനും അവിടുത്തെ പരിപാലനയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് വലിയ ആരാധനയോടെ ദൈവസന്നിധിയിൽ വലിയ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അവിടുന്ന് നൽകുന്ന സ്നേഹവും സമാധാനവും എല്ലാം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാനായിട്ട് ഈ രാത്രിയിൽ, ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കാം. ശാന്തമായി നമുക്കിരിക്കാം.